മഞ്ചേരിയിലെ എച്ച്.എം. മോട്ടോഴ്സിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 3 മാസങ്ങൾക്ക് മുമ്പാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് കാലമായി ഇവിടുന്ന് വാഹനമെടുത്ത് ഇപ്പോഴും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. വാല്യൂ ഫോർ മണി ആയിട്ട് വാഹനങ്ങൾ വാങ്ങി, ഇവിടുത്തെ ഡീലിംഗ് അടിപൊളിയാണ് എന്ന് പറഞ്ഞ കമൻറ്റുകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു അതെന്ന് പറയാം. ഇപ്പോൾ വീണ്ടും നമ്മൾ എത്തിയിട്ടുള്ളത് എച്ച്.എം. മോട്ടോഴ്സിലാണ്. ഇവിടുത്തെ ഏറ്റവും പുതിയ കളക്ഷനുകളെക്കുറിച്ച് ഒന്നുകൂടി വീഡിയോ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു താറൊക്കെ കാണാം നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഫസ്റ്റ് CNG ചെയ്തിട്ടുള്ള താറാണ്. ഒരു 20 km/ലിറ്റർ മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണം. നമ്മൾ വീണ്ടും മഞ്ചേരിയിലെ എച്ച്.എം. മോട്ടോഴ്സിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പുതിയ കളക്ഷനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പം ഫിർദൗസ് ഖാൻ വീണ്ടും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഫിർദൗസ് ഖാനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. എച്ച്.എം. മോട്ടോഴ്സിൻ്റെ ഓണറാണ്, ഈ നാട്ടുകാരനാണ്, അതായത് മഞ്ചേരിക്കാരാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിനു ശേഷം? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു മാസം 1.5 മാസം ഒരു ഒഴിവും കിട്ടിയിട്ടില്ല. അത്യാവശ്യം ആളൊക്കെ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും എളുപ്പം നടക്കുക. ഞങ്ങൾ ഫോണിനൊന്നും ഒരു ഒഴിവില്ലാതെ വിളിയോട് വിളി ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമറിനോട് ഞങ്ങൾക്ക് ഒരു ക്ഷമാപണം നടത്താൻ അത്രയും കോളും കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയാത്ത, അവരെ എന്താ പറയുക, അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഒന്ന് വളരെ സന്തോഷം. ഒരു വണ്ടി അന്ന് വെച്ചൊരു വണ്ടി ഇവിടെ സത്യം പറഞ്ഞാലില്ല. ഒക്കെ നമ്മൾ 1-2 സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞത്. അത് ഭയങ്കര രസമായിട്ടുള്ള ഡീലിംഗ് ആയിരുന്നു എന്നുള്ളതായിരുന്നു. അതായത് അത്യാവശ്യം അവരെ ഭയങ്കര ഹാപ്പി ആക്കുന്ന തരത്തിൽ ഇവിടെ ഡീൽ ചെയ്ത് പോയി. അപ്പം എല്ലാവർക്കും അതിനായിരിക്കും അഭിപ്രായം. കാരണം നമ്മളെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ഒരാളൊരു അനുഭവം പങ്കുവെച്ചായിരുന്നു. ഒരിക്കലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് പാതിരാത്രി 2 മണിക്ക് ഫിർദൗസ് ഖാൻ, അതായത് ഇവിടുന്ന് എടുത്ത വണ്ടിയാണ്. അപ്പോൾ അതുപോലും ഭയങ്കര എന്താ പറയുക, ഒരു ഡീലർഷിപ്പ് ചെയ്യുന്ന പോലെ ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പേപ്പർ മാറുന്നത് വരെ അല്ല, അത് കാലാകാലം ആ ഒരു ബന്ധം നിലനിൽക്കുന്നത്. അവർ കൊടുക്കാൻ സമയത്ത് പാർക്കിംഗ് സെയിലാക്കാം, അതുപോലെ തന്നെ അവർ ഞങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കണം. ഇങ്ങനെ എല്ലാ സംഗതിയും മുന്നോട്ട് പോകുന്ന ഒരു ബന്ധത്തിലാണ് ഇപ്പോൾ ഒരു ലൈഫ് ടൈം കണക്ഷൻ എന്നുള്ള രൂപത്തിൽ അത് അദ്ദേഹം പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എച്ച്.എം. മോട്ടോഴ്സിൽ എത്തിയിരിക്കുകയാണ്. പുതിയ പല വെറൈറ്റികളും ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ താർ CNG ഫസ്റ്റ് CNG താർ തന്നെ പറയാം. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ പെട്രോൾ താറിൽ 4x4 ഓട്ടോമാറ്റിക്കലി CNG ചെയ്ത വണ്ടി. അത് ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കിറ്റാണ്. ഏകദേശം ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇത് ആകെ 47,000 കിലോമീറ്റർ ഓടിയ 2020 മോഡലിന് നമ്മൾ 15 ലക്ഷം റുപ്യാണ് ആസ്കിംഗ് പ്രൈസ്. 15 ലക്ഷം റുപ്യ. ഞാൻ മറ്റേ കോമഡി പറഞ്ഞ 15 ലക്ഷം റുപ്യ അപ്പം കൊണ്ടുപോകാം. തൊട്ടപ്പുറത്ത് നമുക്കൊരു ഫോർച്യൂണർ എടുക്കുന്നുണ്ടല്ലേ? ഫോർച്യൂണർ വരുന്നത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ 4x4 ഓട്ടോമാറ്റിക്. അതിൽ 2.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണേ. 29 ലക്ഷം റുപ്യാണ് നമ്മൾ ചോദിക്കുന്ന വില. 29. ഒറിജിനൽ കേരള, സിംഗിൾ ഓണർ, 2.5 ലക്ഷം കിലോമീറ്റർ ഓടി, ഫുൾ പക്ക കമ്പനി സർവീസ്. ഫാൻസി നമ്പർ, അത് നമ്പറൊക്കെ ഫാൻസിയാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ പുതിയ വണ്ടി 2021 വെറും 24,000 കിലോമീറ്റർ ഓടിയ ടാറ്റന്റെ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് 11.25 ലക്ഷം റുപ്യ. പുതിയ വണ്ടിക്ക് ഏകദേശം ഒരു 15.25 വരും. വെറും 24,000 കിലോമീറ്റർ ഓടി 2021 ഫുൾ ഓപ്ഷൻ, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ വരുന്നത്. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി, ഫുൾ പക്ക വണ്ടി, അധികം അലമ്പൊന്നും ആയിട്ടില്ല, ഒന്നും ആയില്ല. 11.5 ലക്ഷം അല്ലേ? 11.25 11.5 ലാസ്റ്റ് കൊടുക്കാം. 11.5 ലാസ്റ്റ് കൊടുക്കാം. പിന്നെ നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തായിരുന്നു. ഡിസ്കൗണ്ട് ആണ് നമ്മൾ പറയുന്നത്. അതാണ് ഇപ്പോൾ പറഞ്ഞല്ലേ? അതെ അതെ. ഓക്കെ, ഓഡി Q3 ഉണ്ട്. ഓഡി Q3 വരുന്നത് 2013. നമ്മുടെ കയ്യിലുള്ള പ്രീമിയം വെഹിക്കിൾസ് ആവട്ടെ ഒക്കെ ഒരു ബഡ്ജറ്റബിൾ വെഹിക്കിൾസ് ആണ്. നമ്മൾ വലിയൊരു ഹൈ റേഞ്ച് പോവാത്ത, അതെ 50,000 മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള ഒരു ബഡ്ജറ്റിലെ ഒരു വെഹിക്കിൾസിനാണ് നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുന്നത്. അതല്ല ക്വാളിറ്റിയിലെ വണ്ടികൾ. ഇപ്പോൾ സെക്കൻഡ് ഓണർ 2013 വണ്ടി നമുക്കൊരു 16 ലക്ഷം റുപ്യക്ക് പ്രീമിയം പ്ലസ് ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ ആണ്. ഇത് 16 ലക്ഷം റുപ്യ നമുക്ക് കൊടുക്കാൻ കഴിയും. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 80,000 കിലോമീറ്റർ. അതുപോലെ തന്നെ ഇത് 2022 വെറും 14,000 കിലോമീറ്റർ ഓടിയ കിയന്റെ സോണറ്റ് മാനുവൽ ഡീസൽ. ഇത് നമുക്ക് 10.25 ലക്ഷം രൂപ കൊടുക്കാൻ കഴിയും. 10.25 ലക്ഷം. ഇതേ സാധനം തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്. ഇത് GT ലൈന് 2020 മോഡല് GT ലൈന് 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വെഹിക്കിൾ. ഇത് നമുക്ക് 13 ലക്ഷം റുപ്യ കൊടുക്കാം. 13 ലക്ഷം റുപ്യ. ഇതൊക്കെ ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷനാണ്, ഡിമാൻഡിൽ ഓപ്ഷനാണ്. പിന്നെ അതേപോലെ തന്നെ 2019 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് അമേസ്. ഇത് നമുക്ക് 9.25 ലക്ഷം റുപ്യ കൊടുക്കാൻ കഴിയും. നല്ല ഡിമാൻഡിലുള്ള സാധനം. ഹോണ്ടയിൽ ഡീസൽ ഓട്ടോമാറ്റിക്. അതേമാതിരി ഹോണ്ട സിറ്റി 2014-15 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റി ഡീസലാണ്, മാനുവൽ.
ഇത് നമുക്കൊരു 6 ലക്ഷം റുപ്യ ലെവലിൽ കൊടുക്കാം. എത്ര ഓടിയുണ്ടത്? ഇത് ഓടിയിട്ടുള്ളത് 93,000 കിലോമീറ്റർ. അറൗണ്ട് 1 ലാക്ക് അല്ലേ? അറൗണ്ട് 1 ലാക്ക്. സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, കാണുന്ന സമയത്ത് കുറച്ച് നീറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സിയാസ് 2016 മോഡൽ സിയാസ് 6.4 ലക്ഷം റുപ്യ. എത്ര കിലോമീറ്റർ ഓടിയതാണ്? ഇത് ഓടിക്കുന്നത് 1.30. 1.30. സെക്കൻഡ് ഓണറാണ്. അതേപോലെ തന്നെ നമുക്കൊരു 2022 മോഡൽ ഇന്നോവ ക്രിസ്റ്റ 2022 2.4 Z ഓട്ടോമാറ്റിക് 2022 37,000 കിലോമീറ്റർ. ഇത് നമുക്ക് 32 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 32 lakhs. അതേപോലെ തന്നെ 2016 ക്രിസ്റ്റ അടുത്ത് വരുന്നത്. 2016 മോഡൽ Z ഓട്ടോമാറ്റിക് 2.8. ഇത് വരുന്നത് 19 ലക്ഷം രൂപ. 2,20,000 കിലോമീറ്റർ ഓടി. കറക്റ്റ് സർവീസ് കമ്പനി, സെക്കൻഡ് ഓണർ. ഓക്കെ, സീറ്റൊക്കെ നല്ല വൃത്തിയാണ്. അതേപോലെ തന്നെ നമുക്ക് 2017 മോഡല് ഫോർഡ് എക്കോസ്പോർട്ട്. അന്ന് നിങ്ങൾ അന്ന് 2016 ഒരു ബ്ലാക്ക് ആയിരുന്നു. ഇപ്പൊ അതേപോലെ തന്നെ 2017 വൈറ്റ് സിംഗിൾ ഓണർ വണ്ടി 78,000 കിലോമീറ്റർ 7.4 ലക്ഷം റുപ്യ നമുക്ക് കൊടുക്കാൻ കഴിയും. നല്ല വണ്ടിയാണ്. അതേപോലെ ഒരു ക്രിസ്റ്റി കൂടി ഉണ്ട് 2016 മോഡൽ G4 ഓട്ടോമാറ്റിക് 1,14,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഇത് 18 ലക്ഷം റുപ്യ കൊടുക്കാം. എല്ലാം കേരള വണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഡസ്റ്റർ ആണ് 2014 മോഡല് 4x4 4x4 സെക്കൻഡ് ഓണർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് നമുക്ക് 5 ലക്ഷം റുപ്യ കൊടുക്കാം. കുറേ വണ്ടി അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ആൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക്, ഒരു ഓട്ടോമാറ്റിക് ആവശ്യപ്പെടുന്ന ചെറുവണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഉപയോഗിക്കാൻ പറ്റിയ ആളുകൾക്ക് 2018 മോഡല് ഓട്ടോമാറ്റിക് അൾട്ടോ കേട്ടന് 3.25 ലക്ഷം രൂപക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് വരുന്നത് 2018 മോഡല് സീറ്റ ബലേനോ പെട്രോൾ 32,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് 6 ലക്ഷം റുപ്യ കൊടുക്കാം. 6. പിന്നെ അതേപോലെ തന്നെ 2021 മോഡൽ ഹോണ്ട സിറ്റി ZX ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ സിംഗിൾ ഓണർ 20,000 കിലോമീറ്റർ ഓടിയ 2021 മോഡൽ വണ്ടി. ഇത് നമുക്ക് 13 ലക്ഷം രൂപ കൊടുക്കാം. പുതിയ വണ്ടിക്ക് ഏകദേശം 17 ലക്ഷം റുപ്യ വില വരും. കമ്പനി വാറണ്ടി കാര്യങ്ങൾ എല്ലാം. സീറ്റിന്റെ കവറൊന്നും പൊളിച്ചിട്ടില്ല, നല്ല വൃത്തിയില്ല. അതെ. ഇത് നമുക്കൊരു ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റിയ ഒരു സാധനമാണ് 2013 മോഡൽ C220. ബ്ലൂ എഫിഷ്യൻസിയാണ്. പക്ക വൃത്തിയുള്ള വണ്ടിയാണ്. 2013. ഇത് 13,000 കിലോമീറ്റർ ഓടി. അതെ, 13 ലക്ഷം രൂപ കൊടുക്കാം. സർവീസിലെ വണ്ടി. സൺറൂഫ് പനോരമിക്. അന്ന് GT ആയിരുന്നു, ഇന്ന് ഇതാണ്. അതിന്റെ ടോപ്പ് എൻഡ് നമ്മൾ ഹൈലൈറ്റ് വെച്ച് പറയാൻ പറ്റും. ഹൂണ്ടായിന്റെ ക്രെറ്റ 2019 മോഡല് 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. നമുക്ക് 12.4 ലക്ഷം രൂപ കൊടുക്കാം. ഡീസലാണ് 1.6 SX. അതേപോലെ തന്നെ 2014 മോഡൽ ഒറിജിനൽ കേരള ഇന്നോവ. ഇത് സെക്കൻഡ് ഓണറാണ്. 1,13,000 കിലോമീറ്റർ ഓടി. ഇത് 11.25 ലക്ഷം രൂപക്ക് നമുക്ക് കൊടുക്കാം. 11.25 ലക്ഷം രൂപയ്ക്ക് ഒരു ഇന്നോവ. കേരള വണ്ടി. കൊള്ളാം, അടിപൊളി. ഇനി നമ്മൾക്ക് കുറച്ച് വണ്ടികളുണ്ടല്ലേ, അതായത് ഒരു ഓഫർ പ്രൈസിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് വണ്ടികൾ. ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഒരു വണ്ടി ഇവിടെ വരുമ്പോൾ അതിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് പറയും. ഇതിന് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ഉണ്ട്. അതുപോലെ തന്നെ ഓണർഷിപ്പ് കൂടുതൽ, ഈ ഓണർഷിപ്പ് കൂടുതലായ വണ്ടികൾക്കൊക്കെ മാർക്കറ്റിൽ കുറഞ്ഞൊരു വ്യത്യാസം വരും, വിലയിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ സെക്കൻഡ് ഓണർ തേർഡ് ഓണറായ കുറച്ച് വില കുറയും. അപ്പോൾ ആ തേർഡ് ഓണർ വണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് വില കുറച്ച് കൊടുക്കാം. അതുമാതിരി ഒരു ബോണറ്റ് അല്ലെങ്കിൽ ഒരു ഡോറ്, അങ്ങനെ എന്തെങ്കിലും ചെറിയ റീപ്ലേസും കാര്യങ്ങളൊക്കെ അല്ലേ, കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടിയ വണ്ടി. ഇതൊക്കെ നമ്മൾ കറക്റ്റ് സർവീസും കറക്റ്റ് ഹിസ്റ്ററിയിലെ വണ്ടികളാണ് ഇപ്പോൾ ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വില കുറച്ച് കൊടുക്കാം. പാർട്ടിക്ക് ഫുള്ള് ലോൺ കിട്ടും. അതുപോലെ തന്നെ ആ ഒരു വില കുറവും ഉണ്ടാവും. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമ്മൾ പുറത്ത് കുറച്ച് വണ്ടി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പ്രത്യേകം കാണിച്ചു കൊടുക്കാം. ഓഫർ റേറ്റിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. വണ്ടിയിലൊക്കെ കമ്പനി സർവീസും ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പം നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ വാറണ്ടി അല്ലെങ്കിൽ സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 2017 തൊട്ട് ഒരു 5 വർഷത്തിന് വരെ 5 വർഷം പഴക്കം വരെയുള്ള വണ്ടികൾക്ക് നമുക്ക് വാറണ്ടി 1 ഇയർ പുതുക്കാൻ പറ്റിയ വാറണ്ടി കൊടുക്കാൻ പറ്റും. 2018, 2019 അങ്ങനത്തെ വണ്ടികൾക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. പിന്നെ അപ്പോൾ എൻ്റെ അടുത്തൊരു വണ്ടിയുണ്ട്, എനിക്കത് വിൽക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് വിൽക്കുന്നതിന് പകരം ഇവിടെ കൊണ്ടുവന്ന സെയിൽ ഇപ്പോൾ നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറയും. കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളും ഉള്ള നല്ല വണ്ടിയാണെങ്കിൽ നമുക്ക് പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷൻ നിങ്ങൾ കൊടുക്കും. അതേപോലെ തന്നെ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ആളുകൾക്ക് EMI ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് സൗകര്യമുണ്ട്, ലോൺ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ ഭാഗത്ത് തന്നെ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സൗകര്യം ടൈം കൊടുക്കാൻ പറ്റും. അവർക്ക് സൗകര്യം എവിടെയാണോ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് ആ വണ്ടികൾ. ഞാൻ പറഞ്ഞ ആ ഒരു കാറ്റഗറി വരുന്ന
ചെറിയ ചെറിയ ക്ലെയിം കാര്യങ്ങൾ ഓണർഷിപ്പ് കൂടുതലുള്ള വണ്ടികളാണ്. ഇതൊക്കെ വെൽപ്പാകം ഉണ്ടാവും. ഇതിപ്പോൾ 2017 VXI ഓട്ടോമാറ്റിക് 3.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2015 റിറ്റ്സ് ആണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് 3.5 ലെവലിൽ കൊടുക്കാൻ പറ്റും. ഇത് 2014 ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്കൊരു 3.5 ആ ലെവലിൽ ഇത് കൊടുക്കാൻ കഴിയും. ഇതൊക്കെ കിലോമീറ്റർ 1.30 ഓടി, വേറെ കുറവുകളൊന്നുമില്ല. അങ്ങനെ കുറച്ച് കിലോമീറ്റർ ഓടി 2014 ഷിഫ്റ്റ് VDI 15 രജിസ്ട്രേഷൻ അലവിയിലും കാര്യങ്ങൾ. ഇതിന്റെ കുറവെന്ന് വെച്ചാൽ 3 ഓണർഷിപ്പായി, വേറെ കുറവുകളൊന്നുമില്ല. ഇത് നമുക്ക് 4.25 കൊടുക്കാം. ഇങ്ങനെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡസ്റ്റർ, ഹോണ്ട അമേസ്, ഇങ്ങനെ കുറേ വണ്ടികളുണ്ട്. പിന്നെ പോള കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഫുൾ ലോൺ കിട്ടും. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഡിസയർ ഉണ്ട് 4.25 ലക്ഷം രൂപക്ക്. 4 ലക്ഷം രൂപയ്ക്ക് ഡസ്റ്റർ ഉണ്ട്. അപ്പോൾ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. ആവശ്യമുള്ള ആളുകൾ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ബന്ധപ്പെടുക. പിന്നെ നേരിട്ട് കാണുന്ന ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, ഷോപ്പിൽ വരിക. അതെ, പിന്നെ മഞ്ചേരിയിൽ നിന്ന് അരീക്കോട് റോഡിന് 3 കിലോമീറ്റർ കളത്തുംപടി എന്ന സ്ഥലത്ത് വലത് സൈഡിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതിലൊക്കെ ഉണ്ട്. പിന്നെ ഒരു ആപ്പ് ഉണ്ട്, അതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ നേരിട്ട് വന്ന് കണ്ട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ പരമാവധി പറ്റുമെങ്കിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ മാത്രം നോക്കണ്ടെങ്കിൽ കമ്പനി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തോളി, നല്ല അറിഞ്ഞ വർക്ക്ഷോപ്പ് കൊണ്ട് ചെക്ക് ചെയ്തു. ഞങ്ങൾ ഈ പറഞ്ഞതിൽ അപ്പുറം ഉണ്ടാവില്ല, അത് നമ്മൾ ഗ്യാരണ്ടി തരാം. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവരെ അതുകൊണ്ടുകൂടി പിടുത്തം പൊണ്ണ പരിപാടി ഉണ്ടാവില്ല. കാലകാലം ബന്ധം നിലനിൽക്കും. അത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. അങ്ങനെയാണ് ഈ കച്ചവടം ഇത്രയും വലുതായതും ഇത്രയും ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയതും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോഴും ഞങ്ങൾക്ക് പിന്നെ ആ ഒരു കമൻ്റായിട്ടും സപ്പോർട്ടായിട്ടും ലൈക്കായിട്ടും ആളുകൾ തരുന്നതും അതുകൊണ്ട് വിശ്വാസം ഇത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ. മാത്രമല്ല താങ്ക് യു സോ മച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആൾക്കാരോട് വരുന്നുണ്ടാവും. അങ്ങനെ വന്നിട്ട് ആൾക്കാരോടൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പെരുമാറി എന്നുള്ളതിൽ ഞങ്ങളുടെ ഭാഗത്ത് അതുകൂടെ വരുന്ന ആളുകൾക്ക് പറയാൻ എൻ്റെ സ്റ്റാഫിന് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ, ഞാനിവിടെ ഇല്ലെങ്കിലും സ്റ്റാഫ് ഭയങ്കരമായിട്ട് ഹോസ്പിറ്റാലിറ്റി അവരെ മെയിൻറ്റെയിൻ ചെയ്യും. കച്ചവടം വീണ്ടും ഇവിടെ വരാൻ തോന്നുന്ന ഒരു സ്വഭാവമാണ് അവരത്. എനിക്ക് വലിയ കിട്ടും അവരെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ ഏറ്റവും നന്നായി വേണ്ട ഒരു കാര്യം തന്നെ. അപ്പം HM മോട്ടോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടാവണം എന്നുള്ളൊരു സ്വപ്നമാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശം. അപ്പോൾ ഫ്രഷ് വാങ്ങാൻ എല്ലാവർക്കും കൊണ്ടും കഴിയില്ല. ഫ്രഷ് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഞാൻ എപ്പോഴും പറയുന്നത് നല്ല വാഹനങ്ങൾ യൂസറായിട്ട് കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നല്ലൊരിതാണ്. കാരണം വെച്ചാൽ നമുക്ക് പിന്നെ മറച്ചു വെക്കണമെങ്കിലും കൂടുതൽ ഇപ്പം മോഡൽ കൂടിയ വണ്ടികളൊക്കെ യൂസർ കിട്ടുക എന്ന് പറയുമ്പോൾ നല്ല വലുപ്പത്തിന് കിട്ടും. ചെറിയ കിലോമീറ്റർ ഓടിയ നല്ല വണ്ടികൾ ഫുള്ള് ലോണും കിട്ടും. അതെ, അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുത്ത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന HM മോട്ടോഴ്സിൽ വന്ന പുതിയ കളക്ഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് ഓഫറിൽ 3 ലക്ഷം രൂപ മുതൽ വാഹനങ്ങൾ അവൈലബിൾ ആണ് എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് പ്രത്യേകിച്ച് ഒരു യൂസർ കാർ എടുക്കണം, ബഡ്ജറ്റീവായിട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയി എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ടു നമസ്കാരം. രണ്ടാമത് ഞങ്ങളുടെ ചാനലിൽ വന്നതുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.